നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഗ്രീൻ മീഡിയ വിഷൻ യാത്രകളിൽ പത്തനംതിട്ടയിൽ നിന്നും കോന്നിയിലേക്ക് പോകുകയാണ്. പോകുന്ന വഴിക്ക് മണ്ണീറ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു തണ്ണിത്തോട് ചെന്നപ്പോൾ. അങ്ങനെ ആ മണ്ണീറ വെള്ളച്ചാട്ടം സന്ദർശകർക്ക് പ്രിയങ്കരമായ ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത്. എന്നെങ്കിൽ നമുക്ക് വന്ന സ്ഥിതിക്ക് ചെറുതായാലും വലുതായാലും വെള്ളച്ചാട്ടം ഒന്ന് കണ്ടു നോക്കാം അല്ലേ. കോന്നി ബ്ലോക്ക് പഞ്ചായത്തിലെ മണ്ണീറ ഡിവിഷനിലാണ് ഈ വെള്ളച്ചാട്ടം. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് കുറച്ച് ദൂരം ഓടിച്ചു പോകണം ഉള്ളിലേക്ക്. അവിടെ വലിയ കടയും കച്ചവടവും ഒക്കെ ഒന്നുമില്ല, കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴേ വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പലൊക്കെ കേൾക്കാൻ കേട്ടോ. തണ്ണിത്തോട് പഞ്ചായത്തിലെ മണ്ണീറയിൽ പ്രകൃതിയുടെ വരദാനമായി മനം കുളിർപ്പിക്കുന്ന വെള്ളച്ചാട്ടമാണ് മണ്ണീറ. അപ്പോൾ വനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാട്ടരുവികളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ് മണ്ണീറയിലെ പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് പതിക്കുന്നത്. നിലക്കൊടുവേലിയുടെ അംശം അടങ്ങിയ വെള്ളമായതിനാൽ കുളിർമയും കൂടുതലും ഉണ്ടെന്നാണ് പറയുന്നത്, ഒപ്പം ഔഷധ ഗുണവും. ഏതായാലും മഴക്കാലത്ത് വെള്ളച്ചാട്ടം ശക്തമായി ഒഴുകും. മണ്ണീറ ഇടമുരുപ്പ് ഭാഗത്ത് റവന്യൂ ഭൂമിയിലാണ് വെള്ളച്ചാട്ടം. വേനൽ മഴ ഇപ്പോൾ ശക്തമായതോടെ ഇത്തവണ ഏപ്രിൽ മാസം തൊട്ട് ഇങ്ങോട്ട് വെള്ളമുണ്ട്. അതുകൊണ്ട് വെള്ളം കുറഞ്ഞിട്ടേ ഇല്ല. ഒക്ടോബറിൽ നല്ല വെള്ളമാണ്. വേനൽ മഴ ശക്തമായാൽ വീണ്ടും നല്ല രീതിയിൽ മണ്ണീറ വെള്ളച്ചാട്ടം ആവേശകരമായി താഴേക്ക് വധിച്ചുകൊണ്ടിരിക്കും. എന്തൊക്കെയാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചുറ്റും വനനിബിഡമായ സ്ഥലമാണ്. മുകളിലേക്കൊന്നും കയറി പോകാൻ നമ്മൾ ശ്രമിച്ചില്ല, നമുക്ക് സമയമില്ല. എങ്കിലും ടെക്കികളുടെയൊക്കെ ഇഷ്ട കേന്ദ്രമാണ്. അതുപോലെ ഈ റീൽസ് ഒക്കെ എടുക്കാൻ ഞങ്ങൾ വന്നപ്പോഴേ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഏതായാലും ഒരു വ്യക്തി സൗജന്യമായി നൽകിയ 5 സെന്റ് സ്ഥലം അതിന് തൊട്ടടുത്തുണ്ട്. അവിടെ 35 ലക്ഷം രൂപ ചിലവഴിച്ച് അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കുകയാണ്. ശൗചാലയം, വസ്ത്രങ്ങൾ മാറാനുള്ള ഇടം എന്നിവയാണ്. കാരണം ഇവിടെ ഒരുപാട് സഞ്ചാരികൾ ഇപ്പോൾ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് നല്ല രീതിയിൽ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള സംവിധാനം ഒരുക്കുകയാണ്. നല്ല കുളിർമയുള്ള വെള്ളമാണ് കേട്ടോ. ആഴമില്ലാത്തതിനാൽ പ്രായഭേദമന്യേ ആർക്കും വന്ന് കുളിച്ച് ഉല്ലസിക്കാം. അടിപൊളിയായിട്ട് ഷൂട്ടൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റും. വെള്ളച്ചാട്ടം വളരെ മനോഹരമാണ്. രാവിലെ ആയതുകൊണ്ടായിരിക്കാം ഞങ്ങളെത്തിയപ്പോൾ വലിയ ആൾക്കൂട്ടമൊന്നുമില്ല. എന്തായാലും ആസ്വദിക്കാൻ സന്ദർശകർ ഒരുപാട് എത്തുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കുമല്ലോ അമ്യൂണിറ്റി സെന്റർ കെട്ടിവെക്കുന്നത്. ഏതായാലും ഈ മണ്ണീറയിലെ തലവാനം, വടക്കേക്കര എന്നിവിടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റു 2 വെള്ളച്ചാട്ടങ്ങൾ കൂടിയുണ്ട്. വനപ്രദേശമായതിനാൽ ആ കുളിർമ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ കാഴ്ചകളിൽ നിങ്ങൾക്ക് ഇങ്ങനെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് തരുന്നത്. ഞങ്ങൾ വന്നപ്പോഴേ ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. അധികം ആരും എത്തിയിട്ടില്ലെങ്കിൽ തന്നെയും മനോഹരമായ കാഴ്ചയാണ്. ഇത് കണ്ടപ്പോൾ ഒന്ന് കുളിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. കുളിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ കയ്യിൽ എപ്പോഴും കാണും. പക്ഷേ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടത് കൊണ്ട് നമ്മൾ കുളിച്ചില്ല. പക്ഷെ നല്ല തണുത്ത വെള്ളമാണ്. ഈ വെള്ളം വീഴുന്ന കണ്ട നമുക്ക് വെട്ടിട്ട് പോകാൻ തോന്നില്ല കേട്ടോ. ഇതിന് മുകളിൽ കൂടി നടന്ന് അപ്പുറത്ത് പോയി കുറച്ച് കാഴ്ചകൾ കാണാമെന്നൊക്കെ താഴെ പറഞ്ഞായിരുന്നു. പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ല. വിശദമായ യാത്രകളും കാഴ്ചകളും നമുക്ക് ഒരു ദിവസം മണ്ണീറ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് തരാൻ പറ്റി, മഴക്കാലം തീരുന്നതിന് മുമ്പ്. എന്തൊക്കെയാലും ഇതൊരു സുന്ദരമായ കാഴ്ചയാണ് കേട്ടോ. നുരഞ്ഞു പതഞ്ഞ് പളുങ്ക് മണി പോലെ വീഴുന്ന വെള്ളച്ചാട്ടം ഏതൊരു സഞ്ചാരിക്കും കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ്. മനസ്സ് നിറയും, അതുപോലെ ശരീരം തണുക്കുകയും കുളിച്ചൊക്കെ പോകാം. വെള്ളച്ചാട്ടങ്ങളിലൊക്കെ എത്തുന്നത് കുളിക്കാനാണല്ലോ. എല്ലാ വെള്ളച്ചാട്ടങ്ങളും കുളിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇത് നല്ല സേഫ് ആയിട്ട് കുളിക്കാം. എന്തായാലും നമ്മുടെ കോന്നിയിലെ മനോഹരമായ മണ്ണീറ തലമാനത്തെ വെള്ളച്ചാട്ടമൊക്കെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി തരാൻ കഴിഞ്ഞതാണ്. ഇനി ഒരു ദിവസം നിന്ന് നമുക്ക് കുളിച്ചുല്ലസിച്ചൊരു വീഡിയോ ഒക്കെ തരാൻ കഴിയും. ഞായറാഴ്ചയൊക്കെ വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ധാരാളം ആളുകൾ എത്തുമെന്നാണ് പറയുന്നത്. കാരണം ഇവിടെ അടുത്ത് കുറച്ച് ദൂരത്ത് പോകുമ്പോൾ നമ്മുടെ അടവി കുട്ടവഞ്ചി സവാരിയൊക്കെ ഉണ്ട്. അപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എത്തുന്നവർ എല്ലാ സ്ഥലങ്ങളിലേക്കും ഒന്ന് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. ഏതായാലും പൊക്കാത്തോട്, അപ്പൂപ്പൻതോട് ഭാഗത്തു നിന്ന് ഉത്ഭവിക്കുന്ന തോട്ടിലെ ജലമാണ് മണ്ണീറ വെള്ളച്ചാട്ടമായി പരിണമിക്കുന്നത്. വലിയ ഉയരത്തിൽ നിന്നല്ലാതെ പതിക്കുന്ന വെള്ളച്ചാട്ടത്തിൽ അപകടഭീതി ഇല്ലാതെ തന്നെ നമുക്ക് അടിച്ചു പൊളിക്കാം എന്നുള്ളതാണ്. മണ്ണീറയെ ആകർഷകമാക്കുന്നത് ചുറ്റുമുള്ള വനത്തിന് മേലോടെയാണ്. ഒരുപാട് സമയം സഞ്ചാരികളുടെ തങ്ങാറുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ ഏറ്റവും നല്ല ലൊക്കേഷൻസ് ആയിട്ട് തന്നെ മണ്ണീറ ഇങ്ങനെ അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല മനോഹരമായ കാഴ്ചകൾ തരാനായിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇതൊരു ചെറിയ കാഴ്ചയാണ്, നമ്മൾ അപ്രതീക്ഷിതമായി എത്തിയതാണ്. അപ്പോൾ നമ്മുടെ യാത്രാ കാഴ്ചകളൊന്നും അവസാനിക്കുന്നില്ല. ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും.
ഏതായാലും നിങ്ങൾ ഈ മണ്ണീര വെള്ളച്ചാട്ടത്തിന്റെ ചെറിയൊരു ദൃശ്യമൊക്കെ ആസ്വദിച്ചു എന്ന് കരുതുന്നു. ഇതുപോലെ തന്നെ വലിയ വലിയ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് കേട്ടോ. വളരെ നല്ല രീതിയിലൊക്കെ ഒരുപാട് ടൈം എടുത്ത് ചെയ്ത യാത്രകൾ. അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫേസ്ബുക്ക് പേജൊക്കെ ഫോളോ ചെയ്യാനും മറക്കണ്ട. ഫേസ്ബുക്ക് പേജിന്റെ ലിങ്കിൽ അടിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ലിങ്ക് ഒക്കെ. അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ യൂട്യൂബിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലെ മനോഹരമായ കാഴ്ചകളുമായി വീണ്ടും വീണ്ടും എത്താം. നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. അപ്പോൾ ഇനിയും നമ്മളെ കാത്തിരിക്കുന്നത് മനോഹരമായ കാഴ്ചകളാണ്. എല്ലാം മനോഹരമായ കാഴ്ചകളാണ്. എങ്കിലും ഓരോ കാഴ്ചകളും വ്യത്യസ്തമായ കാഴ്ചകളാണല്ലോ. ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല. എല്ലാവരും കൂടെ വന്നോളി.